ഹെൽത്ത് റിസർച്ച് സ്കോളറിലേക്ക് സ്വാഗതം. മെഡിക്കൽ രംഗത്തെ ആധുനിക പ്രവണതകൾ ചർച്ച ചെയ്യുന്ന ചാനലാണ് ഹെൽത്ത് റിസർച്ച് സ്കോളർ. ഇത്തവണ നമ്മൾ ഒരു സർവ്വരോഗ സംഹാരിയെക്കുറിച്ചാണ് പറയുന്നത്. അത് കൂടുതലായും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, ഇൻസുലിൻ എന്ന ഹോർമോണും ഡയബറ്റീസുമായിട്ടുള്ള ബന്ധം പലർക്കും അറിയാമായിരിക്കും. നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ അതിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസ്, രക്തത്തിലെ കലരുന്ന ഗ്ലൂക്കോസിനെ നമുക്ക് മെറ്റബലൈസ് ചെയ്യാൻ, അതിനെ ഉപയോഗിക്കാൻ പറ്റാതെ വരികയും അങ്ങനെ ഗ്ലൂക്കോസിൻ്റെ അളവ് രക്തത്തിൽ കൂടുകയും അത് പല ശരീര കലകൾക്കും ദോഷമുണ്ടാക്കുകയും ചെയ്യും. പ്രധാനമായും ഇൻസുലിൻ്റെ അഭാവം അല്ലെങ്കിൽ കുറവ് ഇതിലൊരു പ്രധാന സംഗതിയാണ്. എന്നാൽ അതേ സമയത്ത് ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഹോർമോണാണ്. അത് നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ബീറ്റാ സെൽസാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പലർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതേപോലെ തന്നെ വേറെ ഒരു ഹോർമോണും ഇതിലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതിൻ്റെ പേര് ഗ്ലൂക്കഗോൺ എന്നാണ്. ഈ ഗ്ലൂക്കഗോൺ ഇൻസുലിന് നേരെ എതിരായാണ് പ്രവർത്തിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ചില എമർജൻസി സിറ്റുവേഷനിലൊക്കെ നമുക്ക് ബ്ലഡ് ഗ്ലൂക്കോസ് കൂടേണ്ട ആവശ്യമുണ്ട്. പെട്ടെന്ന് നമുക്കൊരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ, ഒരു സന്ദർഭത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാനോ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ നമുക്ക് ശരീരത്തിന് കൂടുതൽ ഊർജ്ജം ആവശ്യമുള്ളപ്പോൾ ചിലപ്പോൾ കൂടുതൽ പഞ്ചസാര ആവശ്യമായി വരും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് ഈ ഗ്ലൂക്കഗോൺ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്ലൂക്കഗോണും ഇൻസുലിനും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥയാണ് നമ്മുടെ രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവിനെ ഒരു ക്രമത്തിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഏത് കൂടിയാലും കുറഞ്ഞാലും നമുക്ക് പ്രശ്നമാണ്. കാരണം പഞ്ചസാരയുടെ അളവ് കുറഞ്ഞാലും നമുക്ക് പ്രശ്നമാണ്. നമുക്ക് പലർക്കും അറിയാം, ഡയബറ്റീസ് രോഗികളിൽ ചിലപ്പോൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ്റെ ഫലമായി ബ്ലഡ് ഷുഗർ വളരെ കുറഞ്ഞു പോകുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് പിടിച്ചു നിർത്തുന്ന ഇത് രണ്ടും തമ്മിലുള്ള ഒരു ബാലൻസ് അതിൽ വളരെ പ്രധാനമാണ്. ഈ ഗ്ലൂക്കഗോൺ ചെയ്യുന്നതിൻ്റെ ഗ്ലൂക്കഗോണിൻ്റെ വേറൊരു ഇഫക്റ്റ്, ഗ്ലൂക്കഗോൺ സ്രവിപ്പിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ ഇൻസുലിൻ അതിന് പ്രതിപ്രവർത്തനമായിട്ട് നമ്മുടെ ശരീരം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഇൻസുലിൻ്റെ കുറവ് കൊണ്ടിട്ടാണ് ഡയബറ്റിസ്. ഗ്ലൂക്കഗോൺ ഉണ്ടാകുമ്പോൾ ഇൻസുലിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഈ ശരീരം അതിൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയ്ക്കാനായിട്ട് അത് സഹായിക്കും. അങ്ങനെ ഒരു ഇഫക്റ്റ് കൂടിയുണ്ട്. കാരണം ഗ്ലൂക്കഗോൺ വളരെ നൈമിഷികമായ ഇഫക്റ്റാണ് അതിനുള്ളത്. വളരെ പെട്ടെന്ന് അത് രക്തത്തിൽ അധിക നേരം തങ്ങി നിൽക്കുന്നില്ല. ഇപ്പോൾ ഈ പുതിയതായി കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്ലൂക്കഗോൺ ലൈക്ക് പെപ്റ്റൈഡ്സ്, ഗ്ലൂക്കഗോണിനെ പോലെ അതിൻ്റെ ഘടനയിൽ സാമ്യമുള്ള ചില പ്രോട്ടീൻ വസ്തുക്കൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ചില കെമിക്കലുകൾ ഉപയോഗിച്ചാൽ ഗ്ലൂക്കഗോണിനെ അവ അനുകരിക്കുകയും ഗ്ലൂക്കഗോൺ ആണ് എന്നുള്ള ധാരണയിൽ ശരീരം ഇൻസുലിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ അത് ഈ ഡയബറ്റിസ് ചികിത്സയ്ക്ക് വേണ്ടി വ്യാപകമായി ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള ഒരു കണ്ടുപിടുത്തം അടുത്ത കാലത്തായിട്ട് നടന്നിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ഗ്ലൂക്കഗോൺ ലൈക്ക് പെപ്റ്റൈഡ് അനലോഗ്സ്, GLP അനലോഗ്സ് എന്നാണ് ഈ മരുന്നുകളുടെ പൊതുവായ പേര്. പല ട്രേഡ് നാമത്തിലും അത് കിട്ടുന്നുണ്ട്. സെമാഗ്ലൂട്ടൈഡ് എന്ന് പറയുന്ന ഒരു തരമാണ് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയ ഒരു കാര്യം, ഒരു മരുന്ന്. ഒസംബിക് എന്ന ട്രേഡ് നെയിമിലൊക്കെ ഇങ്ങനെയുള്ള മരുന്നുകൾ പലരും ഇപ്പോൾ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് രണ്ട് കാര്യത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, ഇതിൻ്റെ ഒരു ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഹാരത്തിനോടുള്ള ആസക്തി കുറയുകയും വിശപ്പ് കുറയുകയും അതുകൊണ്ട് ആഹാരം കുറയുകയും ശരീരഭാരം കുറയ്ക്കുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് ആദ്യമായിട്ട് ഈ സെമാഗ്ലൂട്ടൈഡ് ആളുകൾ ഉപയോഗിച്ച് തുടങ്ങിയത്. പക്ഷെ അതോടൊപ്പം തന്നെ അതൊരു ആൻറ്റി ഡയബറ്റിക് മരുന്നാണെന്നും കണ്ടുപിടിച്ചതോടുകൂടി അത് വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ഇൻസുലിൻ, ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും ശരീരഭാരം കൺട്രോൾ ചെയ്യാനും ഈ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിലൊരു പ്രശ്നമുള്ളത്, ഇത് നമുക്ക് ഗുളികയായിട്ട് കഴിക്കാൻ പറ്റുന്ന മരുന്നല്ല, ഇഞ്ചക്ഷനാണ്. അത് ആഴ്ചയിൽ ഒന്നോ അങ്ങനെയുള്ള കണക്കിന് ശരീരത്തിലേക്ക് കുത്തിവെക്കേണ്ട മരുന്നായതുകൊണ്ട് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് പക്ഷേ എന്നാൽ പോലും ആളുകൾ പലരും വ്യാപകമായി ഉപയോഗിച്ച് പ്രത്യേകിച്ച് ശരീരഭാരം കുറയ്ക്കാനായിട്ട് വളരെ അധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു മരുന്നാണ് ഈ ഗ്ലൂക്കഗോൺ ലൈക്ക്
പെപ്റ്റൈഡ് അനലോഗ്സ് എന്ന് പറയുന്നത്. പക്ഷേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അടുത്ത കാലത്തുള്ള ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവയ്ക്ക് ഈ ഒരു ഇഫക്റ്റ് മാത്രമല്ല, അതിൽ കൂടുതലായിട്ട് വലിയ ഇഫക്റ്റുകളുണ്ട്. അതായത് അമിതഭാരം, ഡയബറ്റിസ്, ഈവൻ അൽഷീമർ തടയാനും കിഡ്നി ഡിസീസ് തടയാനും എല്ലാം ഇവയ്ക്ക് ചില അതിൻ്റേതായ അവയുടെ ഇഫക്റ്റ് ഉണ്ട് എന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിയായിട്ട് അത് പൂർണ്ണമായും പഠിച്ചു കഴിഞ്ഞാലേ പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു മാർക്കറ്റ് തുറന്നിടുകയും ഭാവിയിൽ ഇത് ഈ നമ്മുടെ ദീർഘസ്ഥായി രോഗങ്ങൾക്കെല്ലാം ഒരു വലിയ സിദ്ധൌഷധമായിട്ട് മാറാനും വലിയ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അത് ഗുളിക രൂപത്തിൽ ലഭ്യമാക്കാൻ നമ്മുടെ ഗവേഷണത്തിന് കഴിയുകയാണെങ്കിൽ അത് വലിയൊരു കാൽവെപ്പായിരിക്കും. പക്ഷെ അതോടൊപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതോടുകൂടി ആളുകൾക്ക് ജീവിതശൈലി നിയന്ത്രിക്കാനുള്ള അതിനുള്ള ഒരു മോട്ടിവേഷൻ നഷ്ടപ്പെടും. കാരണം ഈ മരുന്നുണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് തന്നെ ആഹാര നിയന്ത്രണവും എക്സസൈസും എല്ലാം വേണ്ടാന്ന് വയ്ക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. ആ ഒരു അപകടം കൂടി നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കണം എന്ന് മാത്രം.